വാസ്തുവിദ്യയുടെ വിസ്മയഭാവങ്ങൾ തീർത്ത് അർജുൻ ആൻഡ് അസോസിയേറ്റ്സ് 25ാം വർഷത്തിലേക്ക്. വീട് പണിയുമ്പോൾ ബെഡ്റൂമിന്റെ സ്ഥാനം എവിടെയായിരിക്കണം? ബെഡ്റൂം പണിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പ്രശസ്ത വാസ്തുശാസ്ത്ര വിദഗ്ധനായ ഡോക്ടർ ബി അർജുനൻ പറഞ്ഞിരിക്കുന്ന വിവരങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഒരിടമാണല്ലോ ബെഡ്റൂം. അതിനാൽ ബെഡ്റൂം സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. കുംഭം, മകരം രാശികളിൽ വായുകോണിലോ വേണമെങ്കിൽ ഇടവത്തിലോ മേടത്തിലോ ബെഡ്റൂം പണിയാവുന്നതാണ്. വീടിന്റെ തെക്കു കിഴക്കേ മൂലയോ തെക്കു പടിഞ്ഞാറേ മൂലയോ ആണ് ബെഡ്റൂം പണിയുന്നതിന് ഏറ്റവും ഉത്തമം. ഈ പ്രദേശങ്ങളിൽ സൂര്യപ്രകാശം അത്ര ശക്തിയായി പതിക്കില്ല എന്നതാണ് ഈ സങ്കല്പത്തിന് ആധാരമായി പറയപ്പെടുന്നത്. വീടിന്റെ പ്ലാൻ തയ്യാറാക്കുമ്പോൾ തന്നെ ബെഡ്റൂമിലെ ഫർണിച്ചർ, കട്ടിലിന്റെ സ്ഥാനം, വാതിലുകൾ, ജനലുകൾ എന്നിവയൊക്കെ എവിടെ ആയിരിക്കണം എന്നതിനെ കുറിച്ചൊക്കെ നല്ല ധാരണ ഉണ്ടായിരിക്കണം. ബെഡ്റൂമിൽ കട്ടിലിന്റെ സ്ഥാനം നിശ്ചയിച്ചതിനു ശേഷമായിരിക്കണം ജനലിന്റെയും വാതിലിന്റെയും സ്ഥാനം നിശ്ചയിക്കേണ്ടത്. അതുപോലെ ബെഡ്റൂമിലെ ഒരു അത്യാവശ്യ ഘടകമാണ് ക്രോസ് വെന്റിലേഷൻ. ബെഡ്റൂമിന് പുറത്തായി നീളൻ വരാന്തയോ ബെഡ്റൂമിൽ നിന്ന് കാണാൻ പാകത്തിൽ ഗാർഡനോ സെറ്റ് ചെയ്യാവുന്നതാണ്. തുറന്നിട്ടാൽ ബെഡ്റൂം മുഴുവനായും കാണുന്ന രീതിയിൽ വാതിൽ ഉറപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. വാതിൽ തുറക്കുമ്പോൾ കട്ടിലിന്റെ ഒരു മൂല മാത്രമേ കാണാവൂ. മൊബൈൽ, വാച്ച്, പുസ്തകങ്ങൾ എന്നിവ വയ്ക്കാവുന്ന രീതിയിൽ ഇരുവശത്തുമായി ബെഡ് സൈഡ് ടേബിളുകൾ ഇടാവുന്നതാണ്. നീളവും വീതിയും തമ്മിലുള്ള അനുപാതം കണക്കാക്കി വേണം എല്ലായ്പ്പോഴും ബെഡ്റൂം പണിയേണ്ടത്. ഭൂമിയുടെ ചലനത്തിനും കാന്തിക ഊർജത്തിനും ആകർഷണത്തിനും അനുസരിച്ചുള്ള ദിശകളിലേക്ക് തലവെച്ചുറങ്ങുകയും വേണം. കിഴക്കും തെക്കും ദിശകളിലേക്ക് തലവെച്ചുറങ്ങുന്നത് നല്ലതാണ്. പടിഞ്ഞാറ് ദിശയിലേക്ക് പാടില്ല. വടക്കോട്ട് തലവെച്ച് കിടക്കരുതെന്ന് തന്നെയാണ് വാസ്തുശാസ്ത്രം നിഷ്കർഷിക്കുന്നത്. ബെഡ്റൂമിനോട് ചേർന്ന് ബാത്റൂം പണിയുമ്പോഴും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വീടിന്റെ മൂലയിൽ ബാത്റൂം വരുന്നത് ഒഴിവാക്കുക. സ്ഥലപരിമിതിയുള്ളിടത്ത് മുൻഭാഗത്ത് ഡ്രസ്സിംഗ് ഏരിയ സെറ്റ് ചെയ്യുകയോ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി ബാത്റൂം പണിയുകയോ ചെയ്യാം. അതും സാധ്യമല്ലെങ്കിൽ ബാത്റൂമിന്റെ മൂലയിൽ നിന്ന് ക്ലോസറ്റ് മാറ്റിപ്പിടിപ്പിക്കുകയാണ് വേണ്ടത്. കിടക്കുമ്പോൾ പ്രകാശം നേരിട്ട് മുഖത്ത് അടിക്കാത്ത വിധത്തിലായിരിക്കണം ബെഡ്റൂമിലെ ലൈറ്റുകൾ സെറ്റ് ചെയ്യേണ്ടത്. നൈറ്റ് ലാമ്പ് തറയിൽ നിന്നും ഏകദേശം 6 ഇഞ്ച് ഉയരത്തിൽ ഭിത്തിയുടെ അകത്തായി ഉറപ്പിക്കുന്നതാണ് നല്ലത്. റൂമിലേക്ക് കടക്കുമ്പോൾ തന്നെ സ്വിച്ചുകൾ വാതിലിന് അടുത്തായി സ്വിച്ച് ബോർഡ് വയ്ക്കണം. ലാമ്പ്, ഫാൻ, AC, TV, മാസ്റ്റർ സ്വിച്ച്, ഒരു 2-വേ സ്വിച്ച് ബെഡിനടുത്ത് ഫിറ്റ് ചെയ്യാവുന്നതും നല്ലതാണ്. ചുരുക്കത്തിൽ വാസ്തുശാസ്ത്ര പ്രകാരം ബെഡ്റൂം സെറ്റ് ചെയ്താൽ സന്തോഷകരമായ ഒരു അന്തരീക്ഷം ആ വീടിലുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല.